കൊടുംചൂടിൽ ജനങ്ങൾക്ക് KSEB വക ഇരുട്ടടി. അർദ്ധരാത്രിയിലെ അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ പ്രതിഷേധമുയർത്തുകയാണ് നാട്ടുകാർ. കൊച്ചിയിലും മലപ്പുറത്തും ജനങ്ങൾ KSEB ഓഫീസ് ഉപരോധിച്ചു. വിളിച്ചിട്ടും ഫോൺ എടുക്കാത്ത KSEB ഓഫീസിൽ പോയ ആളുകൾ പായ വിരിച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു പ്രതിഷേധിച്ചത്. ചേരാനല്ലൂരിൽ ജനങ്ങൾ KSEB ഓഫീസിന്റെ ഫ്യൂസ് ഊരുകയും ചെയ്തു. ചുട്ടുപൊള്ളുന്ന കൊച്ചിയിൽ രാത്രി കരണ്ടുമില്ലാതായതോടെയാണ് പൊറുതിമുട്ടി ജനം റോഡിലും KSEB ഓഫീസിന് മുന്നിലും എത്തിയത്. അർദ്ധരാത്രിയിൽ KSEB ഓഫീസിന് മുന്നിൽ ഇരുന്നും കിടന്നും ജനങ്ങൾ പ്രതിഷേധിച്ചു. വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാത്തത് കൊണ്ടാണ് പായും തലയണിയുമായി കുഞ്ഞിനൊപ്പം എത്തി KSEB ഓഫീസിന് മുന്നിൽ കിടന്നുറങ്ങിയതെന്ന് ഇടപ്പള്ളി സ്വദേശി സുകേഷ്. ഈ രാത്രി നമ്മളൊന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്ന സമയത്ത് 10 മണിയാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നമ്മളൊന്ന് ഈ ചൂട് കാരണം ഒന്ന് കുളിച്ചിട്ട് കിടക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് കറണ്ടങ്ങ് പോവുക. പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല, വന്നാൽ ഇത് തന്നെ അവസ്ഥ. ആലുവയിലും അർദ്ധരാത്രി വൈദ്യുതി മുടങ്ങിയതോടെ ജനങ്ങൾ കൂട്ടത്തോടെ KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. പോലീസ് എത്തിയാണ് ജനങ്ങളെ പിരിച്ചുവിട്ടത്. ഈ ചൂടുകാലത്ത് എങ്ങനെ വീട്ടിൽ മനുഷ്യൻ കിടന്നുറങ്ങും? എപ്പോ ചോദിച്ചാലും ഫീഡർ കംപ്ലൈന്റ് വിളിച്ചാൽ കിട്ടില്ല. ഒരൊറ്റ ഒഫീഷ്യൽ ആൾക്കാരെ വിളിച്ചാൽ അവരുടെ CUG നമ്പർ എല്ലാം അവർ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ വന്ന് നമ്മൾ പരിഹാരം ഉണ്ടാക്കി ഇവരിപ്പൊ കുത്തി തരാന്ന് പറയും. കുത്തി കഴിഞ്ഞ് നമ്മൾ വീട് എത്താൻ അതിനും പോയിട്ട് കറണ്ട് വീണ്ടും പോകും. ചേരാനല്ലൂരിൽ വൈദ്യുതി മുടക്കിയ KSEB ഓഫീസിന്റെ ഫ്യൂസ് ഊരിയായിരുന്നു ജനങ്ങളുടെ അവസാന പ്രതിഷേധം. ജനപ്രതിനിധികൾ എത്തിയെങ്കിലും ജനങ്ങൾ പ്രതിഷേധത്തിൽ ഉറച്ചുനിന്നു. മലപ്പുറം തിരൂരങ്ങാടി AR നഗർ BKPD നിവാസികൾ തലപ്പാറ KSEB ഓഫീസ് അർദ്ധരാത്രിയിൽ ഉപരോധിച്ചു. കൊടുംചൂടിൽ കരണ്ടുമില്ലാതായതോടെ കുഞ്ഞുങ്ങളുമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെന്ന് ജനങ്ങൾ. രാത്രി സമയത്ത് വൈദ്യുതി ലൈനുകളിൽ താങ്ങാനാകുന്നതിലും കൂടുതൽ ലോഡ് വന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് KSEBയുടെ വിശദീകരണം. കൊടുംചൂടിൽ വെന്തുരുകി പൊറുതിമുട്ടിയാണ് ജനങ്ങൾ ദൈ കാണുന്ന KSEB ഓഫീസിലേക്ക് കൈക്കുഞ്ഞുങ്ങളുമായി പായും തലയണയും എടുത്തെത്തിയത്. ഈ സ്ഥിതി തുടർന്നാൽ ഇനിയും പ്രതിഷേധം ഇതേ രീതിയിൽ തുടരുമെന്നാണ് ഇടപ്പള്ളി സെക്ഷന് കീഴിൽ വരുന്ന പലയിടങ്ങളിലെയും ജനങ്ങൾ ആവർത്തിക്കുന്നത്. ബിനു തോമസിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അങ്ങനെ വൈദ്യുതി പ്രതിസന്ധിയും സംസ്ഥാനത്ത് രൂക്ഷമാവുകയാണ്. പവർ കട്ടിൽ തീരുമാനം മെയ് 2-ന് ശേഷമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി അറിയിച്ചു. മറ്റന്നാൾ KSEB യോഗം ചേരുന്നുണ്ട്. നിലവിൽ പവർ കട്ട് വേണമെന്ന് ശുപാർശ ലഭിച്ചിട്ടില്ല. സ്ഥിതിഗതികൾ വിലയിരുത്തി തീരുമാനമെടുക്കുമെന്നും വൈദ്യുതി മന്ത്രി അറിയിച്ചു. നമ്മൾ കഴിഞ്ഞ വർഷം മുമ്പിലത്തെ വർഷം നമ്മൾ എക്സിറ്റ് വിറ്റു മഴ കിട്ടിയിരുന്നു. അപ്പോൾ അത് നമുക്ക് 20% ഉൽപ്പാദനം, ബാക്കി 80% പുറത്തുനിന്നും കിട്ടുകയാണ്. ഈ പവർ കട്ട് അനിവാര്യമാണ് എന്നുള്ള നിലയിലേക്കാണോ KSEB വരുന്ന റിപ്പോർട്ടുകൾ? അങ്ങനെയാണ് വന്നിട്ടില്ല. 2-ാം തീയതി ഒരു തീരുമാനം ഉണ്ടാവും. അന്ന് വേണോ വേണ്ടെന്നുള്ളത് എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ അഭിപ്രായം തരാൻ വേണ്ടി പറഞ്ഞില്ല. നമ്മൾ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയായിട്ട് അറിയിച്ചു. നമ്മോടൊപ്പം ചർച്ചയിൽ MG സുരേഷ് കുമാർ, KSEB മുൻ ഉദ്യോഗസ്ഥൻ, ഒപ്പം തന്നെ ദി പ്രോപ്പർ ചാനൽ സംഘടനയുടെ പ്രതിനിധി MK ഹരിദാസും ചേരുന്നുണ്ട്. ആദ്യം MK ഹരിദാസും തുടങ്ങിയാണ്. ശ്രീ ഹരിദാസ്, ജനങ്ങളെ സംബന്ധിച്ചോളം നമുക്കറിയാമല്ലോ, കാരണം ഇപ്പോഴത്തെ ചൂട് അതിൻ്റെ പരിധി എല്ലാം വിട്ടുകൊണ്ട് ആ ഉഷ്ണ തരംഗമാണ് പല ജില്ലകളിലും, പ്രധാനപ്പെട്ട ജില്ലകളിൽ മുന്നറിയിപ്പുണ്ടെങ്കിലും അതിൻ്റെ ലാഞ്ചന എല്ലാ ജില്ലകളിലും ഏറുന്നുണ്ട്. 40 ഡിഗ്രിയുടെ അടുത്ത് തന്നെയാണ് ചൂടുള്ളത്. നമുക്ക് ഒരു 10 മിനിറ്റ് പോലും നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് രാത്രിയിലാണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് എല്ലാവരും. കാരണം ഈ ചർച്ച കേൾക്കുന്ന എല്ലാവർക്കും ഈ അനുഭവസ്ഥർ തന്നെയായിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, ഇങ്ങനെ 2 മണിക്കൂറൊക്കെ പോവുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുണ്ട്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള കിടപ്പ് രോഗികളുണ്ട്, അവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരിക്കലും കാണാത്ത രീതിയിൽ ജനങ്ങൾക്ക് രാത്രിയിൽ, താങ്കളുടെ നാടായ എറണാകുളത്ത്, മലപ്പുറത്ത്, ഇങ്ങനെ പലയിടങ്ങളിൽ ആളുകൾക്ക് എന്തുകൊണ്ടാണ് പാതിരാത്രിയിൽ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി KSEB ഓഫീസ് ഉപരോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം? ശ്രീ MK ഹരിദാസ്, ഈ ഉപരോധവും ഈ നാട്ടുകാരുടെ ഈ KSEB ഓഫീസിൽ കാണിക്കുന്ന പ്രതിഷേധവും ഉണ്ടല്ലോ, സത്യത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായാൽ സർക്കാരുകൾ നന്നാവുമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വൈദ്യുതി. വൈദ്യുതി ഉപഭോക്താവ് എന്ന് ഒരിക്കലും പറയരുത്. വൈദ്യുതി ഉപയോക്താവാണ്. ഉപയോഗിക്കാതെ തരമില്ലാത്തവനാണ് ഉപയോക്താവ്. ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജും ഫാനൊക്കെ മേടിക്കുന്നവൻ ഉപഭോക്താവാണ്. പക്ഷേ വൈദ്യുതി, ഗ്യാസ്, കുടിവെള്ളം, ഇതൊക്കെ ഉപയോക്താക്കളുടെ പട്ടികയിൽപ്പെടുന്ന സംഗതിയാണ്. അത് കൃത്യമായിട്ട്
ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രാഥമികമായിട്ട് ഒരു സർക്കാരിന്റെ ചുമതലയാണ്. പ്രതീക്ഷ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ റേഷനറി കൃത്യമായിട്ടുള്ള കൃത്യസമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പോസ്റ്റ് മിഷന്റെ തകരാറ് മൂലം പലപ്പോഴും ഈ മാസം കിട്ടേണ്ട റേഷനറി പിറ്റത്തെ മാസമാണ് കിട്ടുന്നത്. കുടിവെള്ളം കഴിഞ്ഞ 2 മാസമായിട്ട് ജനങ്ങൾക്ക് റേഷൻ വ്യവസ്ഥതയിലാണ് ഇവിടുത്തെ വാട്ടർ അതോറിറ്റി കുടിവെള്ളം കൊടുക്കുന്നത്. വൈദ്യുതി കൂടി കിട്ടാത്ത ഒരവസ്ഥയിൽ, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥയിൽ ഈ സർക്കാർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ അധികാരം കൈയാളിയിട്ട് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിൽ ഇരുന്നുകൊണ്ട് എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവർ ഇന്നിനെ കുറിച്ച് ചിന്തിക്കുന്ന സർക്കാരാണ്. ഇന്ന് നടക്കുന്ന വിഷയത്തിന് പരിഹാരം കാണുക. നാളെയെ കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രശ്നം, ഈ വൈദ്യുതിയുടെ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. കാരണം UDF സർക്കാർ 4 രൂപ 25 പൈസയ്ക്ക് ഒരു സ്വകാര്യ കമ്പനിയുമായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു കരാറുണ്ടാക്കിയത് എന്തിന്റെ കേടിനാണ്? അത് കേട് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം. ഇവർ ഈ സർക്കാർ അത് റദ്ദ് ചെയ്തത്. പിന്നീട് ആ റദ്ദ് ചെയ്ത കരാർ പുതുക്കിയിട്ട് നാളിതുവരെ കൃത്യമായിട്ട് ആ സ്വകാര്യ കമ്പനിയിൽ നിന്നും വൈദ്യുതി ശേഖരിക്കാൻ ഈ സർക്കാരിനായിട്ടില്ല. അപ്പോ UDF സർക്കാരിനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് ആക്ഷേപങ്ങളും പരാതികളും ഉണ്ടെങ്കിലും വൈദ്യുതിയുടെ കാര്യത്തിൽ വരാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് കണ്ടുകൊണ്ട് അവർ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലൊരു കരാറുണ്ടാക്കിയത് റദ്ദ് ചെയ്ത സർക്കാർ ഇന്ന് ജനങ്ങൾക്ക് വൈദ്യുതി കൊടുക്കാൻ, ഇപ്പൊ ഇന്ന് നിങ്ങളുടെ മാതൃഭൂമി ചാനലിൽ വൈദ്യുതി മന്ത്രി വിലപിക്കുന്നത് കേട്ടു. ഞങ്ങൾ എന്ത് ചെയ്യാനാ? വൈദ്യുതി ഇല്ല. മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ടും വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടും കേരളം പോലൊരു വൈദ്യുതിയുടെ കൂടുതൽ ഉപയോഗം നടക്കുന്ന ഒരു സംസ്ഥാനം മുൻപോട്ട് പോകില്ലെന്നുള്ള ദീർഘവീക്ഷണം ഈ സർക്കാരിന് ഇല്ലാതെ പോയി. അതായത് കഴിഞ്ഞ കൊല്ലം ചിന്തിക്കണമായിരുന്നു, ഈ വർഷം ഉപയോക്താക്കളുടെ എണ്ണം വർദ്ധിക്കും, അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിക്കും, അതുപോലെ തന്നെ പുതിയ കണക്ഷൻ കൊടുക്കുക വഴിയുള്ള വൈദ്യുതി ഉപയോഗം കൂടും, ഫാക്ടറികൾക്കും അതുമായി തന്നെ എക്സ്ട്രാ ഹൈ ടെൻഷൻ ഉപയോക്താക്കൾക്കും വൈദ്യുതി ഉപയോഗം കൂടുതൽ കാരണം വൈദ്യുതി വേണം. ഇത് കഴിഞ്ഞ കൊല്ലത്തിൽ ചിന്തിച്ചുകൊണ്ട് ഈ കൊല്ലത്തേക്ക് ഒരു ദീർഘകാല വീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കാനോ ദീർഘകാല വീക്ഷണത്തോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും നടപടി എടുക്കാനോ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഈ കൊല്ലവും ഫെബ്രുവരി മുതൽ മഴ കിട്ടുമെന്നും ആ മഴ വെള്ളം കൊണ്ട് ഇടുക്കിയിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ച് ജനങ്ങൾക്ക് നൽകാമെന്നുമുള്ള ഒരു വിഡ്ഢിത്തപരമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ഈ സർക്കാർ ഇരുന്നതല്ലേ ഇതിന്റെ പ്രധാന പ്രശ്നം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പ്രതീക്ഷനെ സമ്മതിക്കണം. അതായത് 50 കോടി മുടക്കിയാൽ 168 കോടി രൂപയുടെ വൈദ്യുതി പ്രതിവർഷം ഉണ്ടാക്കാവുന്ന 3 പദ്ധതികൾ 50 കോടി മുടക്കിയാൽ മതി. ഭൂതത്താൻകെട്ട് 24 മെഗാവാട്ടാണ്. എനിക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. 24 മെഗാവാട്ടാണ് ഭൂതത്താൻകെട്ടിലെ കപ്പാസിറ്റി. 2014 തുടങ്ങിയ പദ്ധതി പൂർത്തിയാക്കാൻ ഇനി വേണ്ടത് 12.73 കോടി രൂപയാണെന്ന് ആലോചിക്കണം. പള്ളിവാസൽ എക്സ്റ്റൻഷൻ 60 മെഗാവാട്ടാണ് അവിടുത്തെ പ്രഖ്യാപിത പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കാവുന്ന കറണ്ടിന് കണക്ക് കൂട്ടിയിരിക്കുന്നത്. 2007 നിർമ്മാണം കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ പദ്ധതിക്ക് 439 കോടി രൂപ ചെലവിട്ടു. ഇനി ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടത് 27 കോടി രൂപയാണെന്ന് ആലോചിക്കണം. തൊട്ടിയാർ പദ്ധതി 40 മെഗാവാട്ടാണ് പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കാവുന്ന വൈദ്യുതിയുടെ കണക്ക്. 2009 നിർമ്മാണം തുടങ്ങിയിട്ട് 226 കോടി രൂപ ചെലവാക്കിയിട്ട് ഇനി കേവലം 10 കോടി രൂപയുണ്ടെങ്കിൽ ഈ പദ്ധതിയും പൂർത്തീകരിക്കാം. അങ്ങനെ കേവലം 50 കോടി രൂപയുണ്ടെങ്കിൽ 168 കോടി രൂപ വർഷത്തിൽ ലാഭിക്കാവുന്ന 3 പദ്ധതികൾ മുടങ്ങിക്കെടുക്കുന്ന ഈ സർക്കാർ ഈ പദ്ധതി അതാണ് CMK ഹരിദാസ് കണക്കുകൾ ഒരുപാട്. കാരണം കെടുകാര്യസ്ഥതയും ഒപ്പം തന്നെ ദീർഘവീക്ഷണവും ഇല്ലായ്മയാണ് ഈ ജനത്തെ ഇത്രമേൽ ദുരിതത്തിലേക്ക് ആഴ്ത്തിയെന്നാണ് പറയുന്നത്. CMG സുരേഷ് കുമാർ, ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കൾക്കാണ് ഇതിന്റെ ടെക്നിക്കാലിറ്റി അടക്കം ഒരു പക്ഷേ പറയാൻ കഴിവുള്ള ഒരു വ്യക്തി. ഒപ്പം തന്നെ ഈ പായിട്ട് പ്രതിഷേധിച്ച ഒരു വ്യക്തി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുധീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സുധീഷ്, അത്രമേൽ ഗതികെട്ട ഒരു അവസ്ഥയിലാണ് ഒരു വ്യത്യസ്ത സമരത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങേണ്ടി വന്നത്. എന്താണ് നിങ്ങളുടെ പ്രദേശത്തെ തത്സമയമാണുള്ളത്? നിങ്ങളുടെ സുകേഷ് എന്നാണ് പേര്. സുകേഷ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പായ വിരിച്ചൊരു സമരത്തിലേക്ക് കടക്കേണ്ടി വന്നു? ഇത് ഇപ്പോൾ സ്ഥിരമായിട്ട് തുടങ്ങിയ പ്രോബ്ലമാണ്. ഒരു 4 ദിവസമായിട്ടാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 10 മണിയാകുമ്പം കറണ്ട് പോകും, പിന്നെ അത് ഒരു 1 മണി 2 മണിയാകുമ്പോൾ തിരിച്ച് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ. അപ്പം നമുക്കിത് കംപ്ലയിൻറ്റ് വിളിക്കാൻ വേണ്ടി നമ്മൾ KSEB വിളിച്ച് കഴിഞ്ഞാൽ കണക്റ്റ് ആവത്തില്ല, അവിടെ ഫോൺ എടുക്കത്തില്ല. നമ്മളെന്നാൽ ഇവിടെ ഒരു കസ്റ്റമർ കെയർ നമ്പറുണ്ട്, ആ കസ്റ്റമർ കെയർ നമ്പർ വിളിച്ച് കഴിഞ്ഞാലും എടുക്കില്ല. ചില സമയം കിട്ടായി, ചില സമയം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ KSEB പോയി കംപ്ലയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഡയറക്റ്റ് രാത്രി നമ്മൾ KSEB പോകണം ഇത് കംപ്ലയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ രാത്രി ആകുമ്പോൾ ഇപ്പോൾ 10 മണി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 10 മണിക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ ഒരു അനക്കമില്ല. നമ്മളിവിടെ കിടന്ന് കണ്ടിന്യൂസ് വിളിക്കും. ഫോൺ എങ്ങും ആരും എടുക്കാനില്ല. ഇവിടെ KSEB ഓഫീസിലും എടുക്കാൻ ആളില്ല, കസ്റ്റമർ കെയറിലും എടുക്കാൻ ആളില്ല.
അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒക്കെ ഇവിടെ ഓഫീസിൽ ചെല്ലുന്നു. ഓഫീസിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറയും 10 മിനിറ്റ് കൊണ്ട് ഒക്കെ കണക്റ്റ് ആകും, ആൾ പോയിട്ടുണ്ടെന്ന് പറയും. നമ്മളത് കേട്ടിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്നൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴും കറണ്ട് വരത്തില്ല. വീണ്ടും നമ്മൾ പോകും. ഇത് ഞാൻ ഞായറാഴ്ച നടന്ന കേസാണ് പറയുന്നത്. ഞായറാഴ്ച ഞാൻ രണ്ടാമത് വീണ്ടും KSEB പാലാരിവട്ടത്ത് ഓഫീസിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ പറയും ഓക്കെ ആൾ ഇന്ന സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട്, 10 മിനിറ്റ് കൊണ്ട് വീണ്ടും വരും. അതും കേട്ടുകൊണ്ട് ഞാൻ വീണ്ടും വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫും കുഞ്ഞും ഇറങ്ങി പുറത്ത് നിൽക്കുകയാണ്. അകത്ത് ഇരിക്കാൻ പറ്റാത്ത ചൂട്, അത് കാരണം പുറത്തിറങ്ങി നിൽക്കുന്നു. അപ്പം കൊച്ചനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കാരണം നിൽക്കാൻ വയ്യ, എന്നെയും കൂടെ പുറത്തോട്ടൊന്ന് കൊണ്ടുപോകുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാം, നമുക്ക് അവിടെ ഇപ്പോൾ കറണ്ടുള്ള സ്ഥലം KSEB ഓഫീസാണ്, നമുക്ക് അവിടെ പോയി ഇരിക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പായും എടുത്ത് ബെഡ്ഷീറ്റും എടുത്ത് അവരെയും വിളിച്ചുകൊണ്ടാണ് ഞാൻ KSEB ഓഫീസിൽ വരുന്നത്. അവിടെ വന്ന് ഞങ്ങൾ 1 മണി വരെ ഇരുന്നതിന് ശേഷമാണ് കറണ്ട് വന്നത്. ഞാൻ അവിടെ വീടിൻ്റെ അടുത്ത് പോയി വിളിച്ച് തിരക്കി, ഫോൺ വിളിച്ച് തിരക്കി. സുകേഷ്, ഇങ്ങനെ ഈ പ്രദേശത്ത് പതിവായിട്ട് ഇപ്പോൾ എത്ര നാളായിട്ട് ഇങ്ങനെ ഒരു അപ്രഖ്യാപിത പവർ കട്ടുണ്ട്? ഇത് 4 ദിവസമായിട്ടാണ്, ഏകദേശം 4 ദിവസമായിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് വീണ്ടും ഉണ്ടായത്. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഇല്ല കിട്ടുന്നില്ല. അത് കാരണമാണ് നമുക്ക് ഓഫീസിൽ പോകണം. ഇവർ വിളിച്ചാൽ ഫോൺ എടുത്താൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു അരമണിക്കൂർ വരും അല്ലെങ്കിൽ 1 മണിക്കൂർ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് ഇവർ അറിഞ്ഞില്ലേ എന്ന് നമുക്ക് ഒരു കൺഫർമേഷൻ ഇല്ല. അത് കാരണമാണ് നമുക്ക് ഇവർ ഓഫീസിൽ പോകേണ്ടി വരുന്നത്. ഈ രാത്രിയിൽ ഈ ചൂടത്ത് നമ്മൾ ഈ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇവർ പറയുമ്പോഴും 10 മിനിറ്റ്, എന്നാൽ ഇവർ കറക്റ്റ് സമയം പറത്തില്ല. 10 മിനിറ്റ് എന്ന് പറയും. ഈ 10 മിനിറ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ വരാനല്ലേ പറ്റത്തുള്ളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞും വരത്തില്ല. അപ്പോൾ വീണ്ടും ലാസ്റ്റ് പിന്നെ കറണ്ട് വന്നാലേ വീട്ടിൽ പോകുന്നുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഓഫീസിൽ പോയി ഇരുന്നത്. തീർച്ചയായും ഞാൻ അങ്ങനെ മടങ്ങിയെത്താം. ശ്രീ MG സുരേഷ് കുമാർ, എന്തൊരു ഗതികേടാണ്. നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് മാറ്റിവെക്കാം. ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ സപ്ലൈക്കോയിൽ സാധനമില്ല, നമുക്ക് കാത്തിരിക്കാം. അല്ലെങ്കിൽ വേറെ മറ്റ് എന്തെങ്കിലും നമുക്ക് കിട്ടേണ്ട ക്ഷേമ പദ്ധതികളൊക്കെ നമുക്ക് അല്പം കാത്തിരിക്കാം. പക്ഷേ ഈ വൈദ്യുതി ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ ഈ സംസ്ഥാന സർക്കാരിന് ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ കൂടി ഫലമാണ്. നേരത്തെ MK ഹരിദാസ് പറഞ്ഞല്ലോ, എണ്ണി അദ്ദേഹം ഉദാഹരിച്ചുവല്ലോ. അപ്പോൾ സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പിൻ്റെ കൂടി പ്രധാനപ്പെട്ടൊരു പ്രശ്നമായി ഇത് മാറുന്നെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് സംവിധാനം യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? പരിഹാരം ഉടനടി ഉണ്ടാകുമോ? ഇതിനകത്ത് നേരത്തെ ഹരിദാസ് പറഞ്ഞ കാര്യങ്ങൾ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദീർഘകാല കരാറ് റദ്ദാക്കിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. 2, ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ നടക്കുന്ന പ്ലാനിങ്ങിൻ്റെ പ്രശ്നം. 3, ചില പദ്ധതികൾ നടപ്പാകാത്ത പ്രശ്നം. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ലോഡ് ഷെഡിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ഇടയ്ക്കൊക്കെ കറണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ദീർഘകാല കരാറോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ എന്നതിനേക്കാൾ കൂടുതൽ ഉപഭോഗത്തിൽ വന്നിട്ട് വലിയൊരു വർധനവാണ്. നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്തൊരു വർധനവാണ് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ മാസം 21 യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ മാസം ഏപ്രിലിന് മുമ്പ് ഏറ്റവും വലിയ ഉപഭോഗം ഉണ്ടായിരുന്നത്. അത് 5024 മെഗാവാട്ടാണ്. 2023 ഏപ്രിൽ മാസം 21 അത് ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ ഒരു 5-8 ദിവസമായി ഓരോ ദിവസവും ഉപഭോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ 5700 മെഗാവാട്ടിലേക്ക് ഉപഭോഗം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 5000-ൽ നിന്ന് 5700-ലേക്ക് എന്ന് പറഞ്ഞാൽ 14% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ മുൻകാലങ്ങളിലൊക്കെ വൈദ്യുതി ഉപഭോഗത്തിൻ്റെ വർധനവ് 3% അല്ലെങ്കിൽ 4% വർധനവാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഈ വർഷം ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന വൈദ്യുതി ഉപഭോഗം നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ ഒരു 50-കൾ മുതൽ എടുത്തു കഴിഞ്ഞാൽ പോലും ഉണ്ടാകുന്ന ഉപഭോഗത്തിൻ്റെ വർധനവിൽ വരുന്നൊരു വർധനവ് കണക്കൂട്ടിയാൽ ഒരു 5300-ന് അപ്പുറത്തേക്കൊന്നും പോകേണ്ട സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അത് 5700-ലെത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ചൂട് ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇനിയും അത് വർദ്ധിക്കുന്നതിന് സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വൈദ്യുതി ഉപഭോഗത്തിൽ വന്നിട്ടുള്ള ഈ വർധനവ് നമ്മുടെ ലൈനുകളിലൂടെ കറണ്ടായിട്ടാണല്ലോ പോകുന്നത്. ഇപ്പം ഈ എറണാകുളത്ത് നിന്ന് ഷൊർണൂർ വരെയുള്ള ഇപ്പം മാടക്കത്തറ ഷൊർണൂർ ലൈനിൽ ഇന്നലെ രാത്രി അത് ഓവർലോഡ് ആവുന്ന അവസ്ഥയുണ്ടായി. യഥാർത്ഥത്തിൽ
ഇപ്പം ഷൊർണൂരേക്ക് അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിലേക്ക് വൈദ്യുതി കൊണ്ടുവരാൻ കഴിയാവുന്ന ഒരു എന്താ പറയുക നമ്മളെ കയ്യിലുള്ള ഫീഡറാണ്. ആ ഫീഡർ ഓവർലോഡ് ആവുന്ന അവസ്ഥയുണ്ടായി. ഒരു ദിവസം രാത്രി കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുന്നതല്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ നിരവധി പ്രദേശങ്ങളിൽ 110 kV ലൈനുകൾ, അതുപോലെ തന്നെ താഴെയുള്ള ഫീഡറുകൾ, അതായത് ട്രാൻസ്ഫോമറുകളിലേക്ക് കൊടുക്കുന്ന 11 kV ഫീഡറുകൾ ഓവർലോഡ് ആകുന്ന അവസ്ഥ പലയിടത്തും ഉണ്ടായി. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ഡ്രിപ്പ് ആവും. നമുക്ക് ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇനിയും താങ്കൾ പറഞ്ഞതുപോലെ ചൂട് നമുക്ക് നേരത്തെയാണ് എത്തിയത്. ഫെബ്രുവരിയിൽ തന്നെ അത്യുഷ്ണത്തിലേക്ക് നമ്മൾ എത്തുന്നു. ആ ചൂട് അന്ന് തൊട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനിയും അതിൻ്റെ ഉപഭോഗം ഈ പറയുന്ന 5100 സംതിങ് മെഗാവാട്ട് അത് ക്രോസ് ചെയ്തു. ഇനിയും ഒരു പക്ഷേ അങ്ങനെയൊക്കെ പോയേക്കാം. നമുക്കിനിയിപ്പോൾ എന്താണ്, നമ്മൾ ജനങ്ങളെ കൂടി സഹകരിച്ച് അവർക്ക് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട്, കാരണം അവർക്കുള്ള ബുദ്ധിമുട്ടാണ്, അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കണം. അത് ബുദ്ധിമുട്ട് ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എല്ലാവരോടും സഹകരിച്ച്. കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രിഡിൽ നിന്നും ഇനിയുള്ള കൂടുതൽ പണം നൽകിയാലും തരാൻ തയ്യാറാകുന്നില്ല എന്ന് മന്ത്രി പറയുന്നു. നിലവിൽ വാങ്ങുന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും മുന്നോട്ട് പോകേണ്ടത് നമുക്ക് എന്ത് സ്വീകരിക്കാൻ കഴിയും ഓൾട്ടർനേറ്റീവ്? ഒന്ന്, ഇപ്പം ഇന്നലെ ഒന്നും ഉണ്ടായിട്ടുള്ള ഇഷ്യൂവിൽ വൈദ്യുതിയുടെ ലഭ്യത പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി ലഭ്യമായിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ കേരളത്തിൽ ലഭ്യമാകുന്ന വൈദ്യുതി എന്ന് പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 5700 മെഗാവാട്ട് വൈദ്യുതി ഇന്നലെ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് 5700 മെഗാവാട്ട് നമ്മളെ കയ്യിൽ ലഭ്യമായിട്ടുണ്ട്. അതില്ലാത്തത് കൊണ്ടല്ല പ്രശ്നങ്ങളുണ്ടായത്. നമുക്ക് ലഭ്യമായ വൈദ്യുതി, നമുക്ക് വൈദ്യുതി കിട്ടുന്നത് ഒന്ന് എന്താ പറയുക, കൂടംകുളത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ലൈന്, അതുപോലെ തന്നെ മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ലൈന്, അതുപോലെ തന്നെ പുകലൂർ തൃശ്ശൂർ, ഉദുമൽപേട്ട തൃശ്ശൂർ, മൈസൂർ അരീക്കോട്, ഇത്രയും ലൈനുകളിൽ കൂടിയാണ് നമ്മൾ എന്താ പറയുക കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരുന്നത്. നമ്മൾ കേരളത്തിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ ആവശ്യത്തിനുള്ള 25%, 4/1 വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി വൈദ്യുതി മുഴുവൻ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. ഈ 4 സെന്ററുകളിൽ എത്തുന്ന വൈദ്യുതി നമുക്ക് വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് മെച്ചപ്പെട്ട നെറ്റ്വർക്കാണ്. പക്ഷേ ആ നെറ്റ്വർക്ക് മെച്ചപ്പെട്ടതാണെങ്കിലും അപ്രതീക്ഷിതമായി ഏകദേശം 14-15% വർധനവ്, ഉപഭോഗ വർധനവ് ഒറ്റ വർഷം കൊണ്ടുണ്ടായി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ പ്ലാനിങ്ങിന് അപ്പുറത്തേക്കുള്ള, നമ്മൾ അത്യാവശ്യം 2030 വരേക്ക് പദ്ധതികൾ ട്രാൻസ്ഗ്രിഡ് എന്ന രൂപത്തിൽ നമ്മൾ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് പദ്ധതികൾ രൂപകൽപ്പനകൾ ചെയ്തിട്ടുണ്ട്. അത് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 2024 പൂർത്തിയാവേണ്ട പദ്ധതികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിന്റെ 26-ലും 25-ലൊക്കെ പൂർത്തിയാവേണ്ട പദ്ധതികളൊക്കെ പൂർത്തിയാകും. ഇതൊക്കെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു വൈദ്യുതി ഉപഭോഗത്തിന്റെ വരുന്ന വർധനവ് കണക്കിലെടുത്തുകൊണ്ടാണ്. സാധാരണഗതിയിൽ 3-4% വൈദ്യുതി ഉപഭോഗ വർധനവ് കഴിഞ്ഞ കുറെ കാലമായി വന്നുകൊണ്ടിരുന്നത്. അതിന്റെ 5 ഇരട്ടി വർധനവാണ് കഴിഞ്ഞ ഈ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പവർ കട്ടിലേക്ക് കേരളം ഇപ്പോഴത്തെ സ്ഥിതിയിൽ പോകുമോ? വൈദ്യുതി വർധനവിലേക്ക് ഈ സ്ഥിതിയിൽ പോകേണ്ടി വരുമോ? ഒന്ന്, ഈ പറയുന്ന ഉപഭോഗം ഈ രൂപത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ, അതായത് നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഹീറ്റ് വേവ് ഈ നിലയ്ക്ക് തന്നെ തുടരുകയാണെങ്കിൽ ചെറിയ രൂപത്തിലുള്ള പവർ റെസ്ട്രിക്ഷൻസ് വേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. അപ്പം വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ലോഡ് ഷെഡിങ്ങിനുള്ള നിർദ്ദേശങ്ങളൊന്നും ഇപ്പോൾ വൈദ്യുതി ബോർഡിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് നമുക്ക് വൈദ്യുതി കിട്ടുന്നതിനുള്ള പ്രതിസന്ധിയല്ല, ആ വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്ത് വിതരണം ചെയ്യുന്നതിനുള്ള നെറ്റ്വർക്കിൻ്റെതായ ചില പരിമിതികളുണ്ട്. ആ നെറ്റ്വർക്ക് പരിമിതികൾ പരിഹരിക്കുന്നതിനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ചില നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ അരീക്കോട് സ്പ്ലിറ്റ് ബസ്സിൽ ആ വർക്ക് ചെയ്തുകൊണ്ട് അവിടെ ചില ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ വൈദ്യുതി കൂടുതൽ സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി, തൃശ്ശൂർ വൈദ്യുതി കൂടുതൽ സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി, വിവിധ സബ്സ്റ്റേഷനുകൾ അതിനു വേണ്ടി വരുന്ന ചില ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ വൈദ്യുതി ബോർഡിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നടക്കുമ്പോഴും ഇതൊക്കെ പൂർണ്ണമായി എല്ലാവർക്കും എല്ലാ സമയത്തും വൈദ്യുതി കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്ന കാര്യത്തിനകത്ത് സംശയമുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിൽ പീക്ക് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് വൈകുന്നേരം ഒരു 7 മണി മുതൽ 10 മണി വരെയാണ് എന്നതായിരുന്നു നമ്മുടെ ഒരു ധാരണയെങ്കിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അതല്ല സ്ഥിതി. ഇന്നലെ വൈകുന്നേരങ്ങൾ 7 മണി മുതൽ 10 മണി അല്ലെങ്കിൽ 6 മുതൽ 10 വരെയുള്ള സമയത്തെ വൈദ്യുതി ഉപഭോഗത്തെക്കാൾ കൂടുതലാണ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. തീർച്ചയായും നമുക്ക് ചെറിയൊരു ഇടവേള എടുത്ത ശേഷം നമുക്ക് അതിഥികളിലേക്ക് എത്താം. എന്തായിരിക്കണം ഒരു പോംവഴി? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കേരളം പോകും. അതിന്റെ സൂചനകളാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടത്. ചർച്ചയിലേക്ക് തിരികെ ശ്രീ എം കെ ഹരിദാസ്, ഇതൊരു നയത്തിന്റെ പ്രശ്നമല്ല. കാരണം ഒരു പരമാവധി സർക്കാരിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, കാരണം ട്രാൻസ്മിഷൻ നെറ്റ്വർക്കൊക്കെ കാര്യക്ഷമമാണ്. പക്ഷേ ഈ ഉപഭോഗം എന്നത് അത് പ്ലാനിങ്ങിനും അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇനി
എന്ത് ചെയ്യുമെന്ന ഒരു സംശയം രണ്ട് വകുപ്പിലുമുണ്ട്. കാരണം നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതായി അത് മാറുകയാണോ? എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ ഉപഭോക്താക്കൾ, മലയാളികൾ അവരൊക്കെ എന്താണ് ഇനി സ്വയം ഒരു നിയന്ത്രണം എന്ന നിലയിൽ എന്താണ് സ്വീകരിക്കേണ്ടത്? ഇവിടെ സംസാരിച്ച ശ്രീ സുരേഷ് എന്നാണ് പേരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചില്ല. ശ്രീ സുരേഷ്, താങ്കൾ ഈ പറയുന്നത് ഉൾക്കൊള്ളാൻ കേരളത്തിലെ ഈ വൈദ്യുതി ഉപയോക്താക്കൾ തയ്യാറാവില്ല. കാരണം എന്താ പറയുക, ചാർജിന്റെ മുകളിൽ സർചാർജും, പിന്നെ അതിന്റെ മുകളിൽ ഇന്ധന സർചാർജ്, അതിന്റെ മുകളിൽ എഡ്യൂക്കേഷൻ സെസ്. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കണ്ടാൽ ചിരിക്കാത്തവരാരുമില്ലോ. എല്ലാ ഉപയോക്താക്കളും ആ ഇലക്ട്രിസിറ്റി ബില്ല് ഇപ്പോൾ വാട്സപ്പിൽ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ഞങ്ങളെ ഉപയോക്താക്കളെ പിഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മേടിക്കുന്ന പൈസ ഉണ്ടല്ലോ, താങ്കൾ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ താങ്കൾ കുറച്ച് ചരിത്രങ്ങൾ പറഞ്ഞു. ഇന്നതാണ് പ്രശ്നം, ഇന്ന സമയത്ത് ഇത്ര പീക്ക് അവറിലുള്ള വൈദ്യുതി ഉപയോഗം കൂടിയതാണ് പ്രശ്നം. ഇതൊക്കെ ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാനാണ് ഞങ്ങൾ ഈ സർക്കാരിനെ, അത് ഞങ്ങൾ വരും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് സർക്കാരിനെ അധികാരത്തിൽ കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്നതൊന്നും സാധാരണക്കാരായ ഇന്ന് ഇലക്ട്രിസിറ്റി ഓഫീസുകൾ ഉപരോധിക്കുകയും ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ ഫീസ് കൂടാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത ജനത്തിന് ബോധ്യപ്പെടില്ല സാർ. താങ്കൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. പിന്നെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ 25 വരെ കേരളത്തിലെ സാധാരണത്തേതിൽ കൂടുതൽ 25,000 മേസികളാണ് സാർ വിറ്റിരിക്കുന്നത്. ഈ 25,000 മേസികൾ മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയും 100% പൈസ കൊടുത്തിട്ടല്ല സാർ അത് മേടിച്ചിരിക്കുന്നത്. എല്ലാവരും ലോണിൽ അത് എടുക്കുന്നത്. വീട്ടിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചൂടിനെ അതിജീവിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളായാലും ജോലി കഴിഞ്ഞു വരുന്ന പാവപ്പെട്ടവനായാലും കിടന്നുറങ്ങിയാലേ പിറ്റേ ദിവസം ജോലിക്ക് പോകൂ എന്നുള്ള അവസ്ഥ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നം തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ 25,000 മേസികൾ മേടിച്ചിരിക്കുന്നത്. കാരണം ഈ 25,000 മേസികൾ മേടിച്ചിരിക്കുന്നത്, ഞാൻ ഇത്തരത്തിൽ AC വിൽക്കുന്ന കടകളിൽ ബന്ധപ്പെട്ടപ്പോൾ 98% സാർ ലോണിലാണ് സാർ മേടിച്ചിരിക്കുന്നത്. ഈ സാധാരണക്കാരായ എല്ലാവരും ഇപ്പോൾ എന്നെ പോലുള്ളവരൊക്കെ AC ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമായി. പക്ഷെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടി AC ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ജീവിക്കേണ്ട അവസ്ഥയിൽ ഇവിടുത്തെ ചൂട് കൂടുമെന്നുള്ള ബോധം സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായിട്ടും വൈദ്യുതി ബോർഡിനും താങ്കളെ പോലുള്ള ഉദ്യോഗസ്ഥർക്കും ഇവിടുത്തെ മന്ത്രിമാർക്കും ഇല്ലാതെ പോയതിന്റെ വിവേചനക്കുറവിന്റെ ഒരു ദുരന്ത ഫലമാണ് സാർ ഈ അനുഭവിക്കുന്നത്. താങ്കൾ പറഞ്ഞല്ലോ ഫീഡർ ഓവർലോഡ്. ഇനി അടുത്തത് എന്താ? ഇന്ന് രാവിലെ മറ്റൊരു വ്യക്തി പറയുന്നത് കേട്ടു, ട്രാൻസ്ഫോർമർ അപ്ഗ്രേഡ് ചെയ്യണം, 175ഓളം ട്രാൻസ്ഫോർമറുകൾ മാറ്റണം. ആരെ സാർ മാറ്റണ്ടെന്ന് പറഞ്ഞത്? 75,000 രൂപ ശമ്പളം കൊടുത്തിട്ട് നിങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഡ്രൈവർമാരെ പോറ്റുന്ന ഒരു ഇലക്ട്രിസിറ്റി ബോർഡിനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇനി ഞങ്ങൾ പോക്കറ്റിൽ നിന്ന് പൈസ തരണമെന്നാണോ താങ്കൾ പറയുന്നത്? 3,864 കോടി രൂപ ഉപഭോക്താക്കളിൽ നിന്നും പിരിച്ചെടുക്കാനുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ജനം ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണ്. കാരണം നമ്മളെ പിഴിഞ്ഞാണ് ഈ തരത്തിൽ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മളെ പരിപോഷിപ്പിക്കേണ്ട, നമുക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാക്കേണ്ടിരിക്കേണ്ട ബാധ്യത ഈ സംവിധാനങ്ങൾക്ക് ഒക്കെയുമുണ്ട്. ഒപ്പം നമ്മൾ നിയന്ത്രിക്കണം. ഈ സംവിധാനങ്ങൾക്ക് പിഴവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കാതിരിക്കുക. കഴിവതും നമ്മൾ നിയന്ത്രണങ്ങൾ സഹകരിക്കുക. ഒപ്പം തന്നെ അതേസമയം KSEBയെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത മനോഭാവം അത് ഒഴിവാക്കി മുന്നോട്ട് പോവുക. എന്തായാലും വരാനിരിക്കുന്നത് വലിയ വറുതിയുടെ കൂടി നാളുകളായിരിക്കും വൈദ്യുതിയെ സംബന്ധിച്ചോളം. കാരണം മെയ് മാസം എത്തിയിട്ടില്ല നമ്മൾ. ചർച്ചയിൽ പങ്കെടുത്ത MG സുരേഷ്, ഒപ്പം തന്നെ MK ഹരിദാസ്, സുകേഷ്, വളരെ നന്ദി.